സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനത്തിനുള്ള നടപടികൾ അടുത്തയാഴ്ച ആരംഭിക്കും. ജയിൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നടപടികൾ പൂർത്തിയായാൽ രാജ്യം വിടാനുള്ള രേഖയായ എമർജൻസി സർട്ടിഫിക്കറ്റ് ഇന്ത്യൻ എംബസി തയ്യാറാക്കിയിട്ടുണ്ട്. മോചന സമയം ഈ മാസം 20-ന് പൂർത്തിയായാൽ എക്സിറ്റ് നടപടികളും പൂർത്തിയാക്കാനാവും. സൗദി ബാലന്റെ കൊലപാതക കേസിൽ ദിയാദനം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമിന്റെ വധശിക്ഷ സൗദി കോടതി റദ്ദാക്കിയിരുന്നു. എന്നാൽ ഗൂഢാലോചനയിൽ ഭാഗമായതിന് 20 വർഷമായിരുന്നു കോടതി ശിക്ഷ വിധിച്ചത്. കണക്കനുസരിച്ച് ഈ മാസം 20ഓടെ റഹീമിന്റെ ശിക്ഷാ കാലാവധി പൂർത്തിയാവും. അതോടെ ആഭ്യന്തര മന്ത്രാലയം എക്സിറ്റ് വിസ നൽകും. പിന്നാലെ നാടുകടത്തൽ കേന്ദ്രത്തിലേക്ക് റഹീമിനെ മാറ്റും. അതോടെ സൗദി സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ പൂർത്തിയാകും. നടപടി പൂർത്തിയാക്കി നാടുകടത്തൽ കേന്ദ്രത്തിലേക്ക് മാറ്റിയാലുടനെ വിമാന ടിക്കറ്റ് നൽകി നാട്ടിലേക്ക് അയക്കാൻ സംവിധാനം ഒരുക്കുമെന്ന് റഹീം നിയമസഹായ സമിതിയുടെ റിയാദിലെ ചെയർമാൻ CP മുസ്തഫ പറഞ്ഞു. പിന്നാലെ യാത്രാ തീയതി ക്രമീകരിച്ച് നാട്ടിലേക്ക് മടങ്ങാനാകും. ജയിൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നടപടികൾ പൂർത്തിയായാൽ രാജ്യം വിടാനുള്ള രേഖയായ എമർജൻസി സർട്ടിഫിക്കറ്റ് അഥവാ വൈറ്റ് പാസ്പോർട്ട് ഇന്ത്യൻ എംബസി തയ്യാറാക്കിയിട്ടുണ്ട്. ഇക്കാര്യം സാമൂഹ്യ പ്രവർത്തകനും കുടുംബത്തിന്റെ പവർ ഓഫ് അറ്റോർണിയുമായ സിദ്ദിഖ് തുവൂരാണ് അറിയിച്ചത്. സൗദിയിലെ സർക്കാർ ഓഫീസുകൾ ഈ ആഴ്ചയോടെ പെരുന്നാൾ അവധിയിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് റഹീമിന്റെ ശിക്ഷാ കാലാവധി അവസാനിക്കുന്നത്. ഇത് മോചന തീയതിയെ ബാധിക്കുമോ എന്നതിൽ വ്യക്തത വന്നിട്ടില്ല. നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ റിയാദ് നിയമസഹായ സമിതി. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്.